Narcos shirts and t-shirts from Narcos Fashions. ആയുഷ്കാലം എന്ന് പറഞ്ഞ സിനിമയിൽ കമലാണ് ഡയറക്ടർ. ഞാനും ജയറാമും ശ്രീനിവാസനും മൂന്നുപേരും പ്രധാനപ്പെട്ട വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഒരു സിനിമയാണത്. സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ കമൽ എല്ലാവരും ഇരുന്നപ്പം ഒരു നിബന്ധന വെച്ചു. ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്നത് വരെ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്ഘാടനം എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല. എല്ലാ സീനിലും എല്ലാവരും വേണം. പ്രത്യേകിച്ച് നിങ്ങൾ മൂന്നുപേരും ഇല്ലാത്ത സീനുകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലും ഉദ്ഘാടനത്തിനെന്ന് പറഞ്ഞ് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കുക, അവരോട് പറയുക 25 ദിവസത്തേക്ക് നോ ഉദ്ഘാടനം. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി വരെ ഷൂട്ടിങ്ങാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ഞെട്ടൊന്നുമില്ലായിരുന്നു. ബാക്കിൽ നിന്ന് ജയറാം ഒന്ന് ഞെട്ടി 6 ഉദ്ഘാടനം കണ്ട് പറഞ്ഞിട്ടുണ്ട്. ജയറാം വിചാരിച്ച ആ സമയമാകുമ്പം ഒക്കെ ശരിയാക്കാം എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം പ്രധാനപ്പെട്ട ഷൂട്ടിങ്ങാണ്. ആ വീടിൻ്റെ പെർമിഷൻ അന്നും കൂടെ ഉള്ളൂ. വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനൊക്കത്തില്ല. കമൽ പറഞ്ഞു ഒരു കാരണവശാലും നടക്കത്തില്ല. അപ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെ ഏകദേശം പിറവത്തിനൊക്കെ അപ്പുറമുള്ള ഒരു ചെറിയ സ്ഥലത്ത് ഒരു സ്വർണ്ണക്കട ഉദ്ഘാടനം ജയറാം ഏറ്റ് കാശ് മേടിച്ചിട്ടുണ്ട്. സ്വർണ്ണക്കട മുതലാളിമാരെല്ലാം തന്നെ വലിയ ആചാര ഭാഗത്തിലാണ്. ജുബയൊക്കെ ഇട്ട് മാലയൊക്കെ ഇട്ട് ഭയങ്കര തടിമിടിപ്പുള്ള ആൾക്കാരാണ്. പക്ഷേ സാധുക്കളാണ് അവർ. ഈ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടവരൊന്നും വലിയ ഇങ്ങനെ ഗുണ്ടകളൊന്നും ആയിരിക്കത്തില്ല. 4 മണി 5 മണിയായപ്പോഴത്തേക്ക് ഇത്രയും വലിയ ആൾക്കാർ അവിടെ നിന്ന് കരയുക. അവർ കരയുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലുള്ള കാശെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്വർണ്ണക്കടയാണ്. ഇത് വന്നില്ല എങ്കിൽ, ഈ ദിവസം ജയറാം വന്നില്ല എങ്കിൽ അപ്പുറം ഇപ്പുറമുള്ള സ്വർണ്ണക്കടക്കാരൊക്കെ പറയും, കണ്ടോ ആദ്യം തന്നെ എല്ലാവരെയും പറ്റിച്ചു, അപ്പോൾ സ്വർണ്ണവും പറ്റിപ്പായിരിക്കും എന്നുള്ള ഒരു വലിയ പ്രൊപ്പഗൻഡ വന്നാൽ ഞങ്ങളുടെ ബിസിനസ് തകരും. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ജയറാമിനെ വിടത്തില്ലെന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ വന്ന് പറഞ്ഞു, മുകേഷെങ്കിലും വരുമോ? ഞാൻ ഫ്രീ ആണ്. 5 മണി തൊട്ട് എനിക്കും ശ്രീനിവാസനും 6 മണിക്ക് ഫ്രീ ആവും. ജയറാം 11 മണി വരെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നാമത് പകരക്കാരനായിട്ട് ഞാൻ വരുന്നത് ശരിയല്ല. ആൾക്കാർ ജയറാമിനെ കാണാൻ നിൽക്കുമ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അതും വേറൊരു പ്രൊപ്പഗൻഡയാവും. നിങ്ങളുടെ സ്വർണ്ണം നല്ല എന്ന് തന്നെ പറയും. അപ്പോൾ പറഞ്ഞല്ല, ശ്രീനിയെ കൂടെ രണ്ടുപേരൂടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ജയറാമിൻ്റെ മേളിൽ വരുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനിയുടെ സ്വഭാവമൊക്കെ എനിക്കറിയാം, എന്താ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ജുബയൊക്കെ ഇട്ട് സ്വർണ്ണമാലയൊക്കെ ഇട്ടിട്ട് പെട്ടെന്നൊരു പൊട്ടിത്തെറിയാണ്. നിങ്ങൾ എൻ്റെ അടുത്ത് 1 കോടി രൂപ ചോദിച്ചോ, ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ടു. ഈ സ്വർണ്ണക്കട ഉദ്ഘാടനത്തിന് മാത്രം എന്നെ കിട്ടത്തില്ല. ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികൾ എൻ്റെ ലൈഫിലില്ല. സാധാരണ ഇതിലൊരു ഒരു സിനിമാ താരം ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് കാര്യം. എല്ലാവരും ചെയ്യുന്ന പരിപാടികളാണ്. പുള്ളി അഡമൻ്റായിട്ട് നിൽക്കുക. അവർ തിരിച്ചു വന്ന് പറഞ്ഞു ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഹോട്ടലിൽ വന്നപ്പോൾ ഇവർ ഹോട്ടലിൽ വെളിയിൽ നിൽക്കുക, കരയുന്നുണ്ട്. ഞാൻ ശ്രീനിയെടുത്ത് പറഞ്ഞു, ശ്രീനി ഒരു ദിവസത്തേക്ക്, ഒരു പ്രാവശ്യത്തേക്ക് ഒന്ന് ക്ഷമിക്കണം, അല്ലെങ്കിൽ വരണം. കാരണം അവർ ഇത്രയും വലിയ ആൾക്കാരാണ്. അവർ കൊച്ചു കുട്ടികളെ പോലെ നിന്ന് കരയുകയാണ്. ആ കരച്ചിൽ നമ്മൾ മനസ്സിലാക്കണം. അത് അവരുടെ ജീവിതം വെച്ചിട്ടാണ്. നാളെ അവരില്ല ഈ ലോകത്ത്, അവരെല്ലാം തകർന്നു പോകും. അദ്ദേഹം പതുക്കെ അലിഞ്ഞ് തുടങ്ങി. അവസാനം പറഞ്ഞു, ശരി പൈസ ഒന്നും എന്നെ വെച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഞാൻ മോന്തയ്ക്ക് വലിച്ചെറിയും. ഞാൻ പറഞ്ഞു, അത് ഒരിക്കലും, അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും അവർക്ക്. അങ്ങനെ ഞങ്ങൾ നേരെ പിറവത്തിനപ്പുറത്ത് പോകുന്നു. ജനസമുദ്രം. അവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ ചെയ്തു, ജയറാമിന് പകരം മുകേഷും ശ്രീനിവാസനും കൂടെ വരുന്നു എന്നൊക്കെ. ആൾക്കാർക്ക് ഓക്കെ ആയി. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്ന് കോട്ടം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും പറയണം, മോശമായിട്ടൊന്നും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു. കാര്യം ഇദ്ദേഹം എന്താ പറയുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്താ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എനിക്ക് അവർ പാവങ്ങളാണെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ജയറാമിന് ഷൂട്ടിംഗ് കൊണ്ട് വരാൻ പറ്റിയില്ല, ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ടാണ് വന്നത്. പക്ഷേ ഞാൻ ഒരൊറ്റ നിബന്ധന വെച്ചു. ഞാൻ പൊന്മുട്ടയിടുന്ന താറാവെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതിനകത്തൊരു തട്ടാനായിട്ടാണ് അഭിനയിക്കുന്നത്. മോശപ്പെട്ട സ്വർണം കൊടുക്കുന്ന കഥാപാത്രമാണ്. അപ്പോൾ ചെമ്പ് ഏതാണ്, സ്വർണം ഏതാണ്, എങ്ങനെ ചേർക്കണം, എങ്ങനെ ചേർത്താൽ പിടിക്കത്തില്ല, ചെമ്പ് ചേർത്താൽ സ്വർണ്ണമായിട്ട് തന്നെ കാണുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അളവ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ തിരക്കഥയ്ക്ക് വേണ്ടി പഠിച്ചു. ഒരു തട്ടാരടുത്ത് തന്നെ പോയി പഠിച്ചു. കുറേ ദിവസം സ്വർണം ഊതി ഉണ്ടാക്കുന്നത് വരെ ഞാൻ പഠിച്ചു. അപ്പോൾ ഞാനൊരു നിബന്ധന വെച്ചു, ഈ കടയിൽ ഞാൻ ഉദ്ഘാടനത്തിന് മുമ്പ് ഇവിടുത്തെ സ്വർണം എനിക്ക് പരിശോധിക്കണം. കറക്റ്റ് സ്വർണ്ണമാണെങ്കിൽ മാത്രം ഞാൻ ഉദ്ഘാടനം ചെയ്യും. സുഹൃത്തുക്കളെ, ബെസ്റ്റ് സ്വർണ്ണമാണ്. ആ 3 പേരുടെയും സന്തോഷം, കാര്യം അതൊക്കെയാണ് ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ആ നാടിനെ കയ്യിലെടുക്കാൻ അദ്ദേഹം കഴിഞ്ഞു. ഇങ്ങനെ ഒരു 100 സംഭവങ്ങൾ. ഞാനും അദ്ദേഹവുമായിട്ട് 2 സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം എനിക്ക് തുറന്നു പറയാം, എനിക്കൊന്ന് സത്യനന്ദിക്കാടിൻ്റെ അടുത്തും ഒരു പരിധി വരെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വഴക്കിട്ടാണ്. ഈ 43 കൊല്ലത്തിന് മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ഓടരുന്ന മാവ് ആളറിയാമെന്ന് പറഞ്ഞ സിനിമയിൽ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് അറ്റ് ഫസ്റ്റ് സൈറ്റാണ്. ഫസ്റ്റ് തന്നെ കൈ കൊടുക്കുന്ന ആ ബന്ധം, ഞാൻ ഫോൺ വിളിക്കുന്നത് വരെ
കാത്തു സൂക്ഷിച്ചു. ഒരിക്കൽ പോലും അദ്ദേഹം ഈ സിനിമ എടുത്ത് അതിനകത്തൊക്കെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ വരുന്ന മേഖലയാണ്. അദ്ദേഹം എഴുതിയ സിനിമയിൽ ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അദ്ദേഹം ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെറിയ റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തന്നെ ഒരു പ്രാവശ്യം പോലും അദ്ദേഹം എന്നെ ഏതെങ്കിലും തരത്തിൽ മുഖമൊന്ന് ചുളിച്ച് സംസാരിച്ചിട്ടില്ല. അത്രമാത്രം ഒരു സംശുദ്ധമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്ന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.